പത്മജ വേണുഗോപാലിന് 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇത്രയും വലിയ അടി കൊടുത്തത് ഫേസ്ബുക്ക് അഡ്മിനാണ്. ഇഡി വന്നാൽ പിന്നെ ബിജെപിയിൽ ചേരുകയല്ലേ രക്ഷയുള്ളൂ എന്നാണ് പത്മജിയുടെ ഫേസ്ബുക്ക് വാളിൽ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് അഡ്മിൻ കൊടുത്ത 8ന്റെ പണി. തൊട്ടു പിന്നാലെ തന്നെ പത്മജ ഇടപെട്ട് പോസ്റ്റ് നീക്കം ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഈ പോസ്റ്റ് പങ്കിടുന്നുണ്ട്. ഇഡി വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല. ബിജെപിയിൽ ചേരുകയെ നിവർത്തി കണ്ടുള്ളൂ, അത്രയേ ഞാനും ചെയ്തുള്ളൂ എന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. പോസ്റ്റിന് കീഴെ നിരവധി പേരായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കമന്റുമായി എത്തിയത്. എന്നാലും സ്വന്തം അഡ്മിനെ പോലും പത്മജയ്ക്ക് കൂടെ നിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നായിരുന്നു ചിലർ കമന്റ് ചെയ്തത്. തന്റെ പരാതികൾ നിരന്തരം അവഗണിക്കുകയും തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കോൺഗ്രസിനോടുള്ള അസംതൃപ്തിയാണ് തന്നെ ബിജെപിയിൽ എത്തിച്ചതെന്നാണ് പത്മജ പറയുന്നത്. എന്നാൽ പത്മജയുടെ ഭർത്താവിനെ ഇഡി ചോദ്യം ചെയ്തതിനാലാണ് അവർ പാർട്ടി വിട്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് CPM-ലേക്ക് പോയില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്. അതേസമയം ഇഡി തന്നെ ചോദ്യം ചെയ്തെന്ന വാർത്തകൾ തള്ളി പത്മജയുടെ ഭർത്താവ് വേണുഗോപാൽ രംഗത്തെത്തി. ഇഡി തന്നെ ചോദ്യം ചെയ്തിട്ടില്ല, 39 കൊല്ലമായി സംശുദ്ധമായ ജീവിതമാണ് നയിക്കുന്നത്. പത്മജയ്ക്ക് BJP ഓഫർ വെച്ചിരിക്കാം, എനിക്കറിയില്ല. സാധാരണ അംഗമായി ചേരുകയാണെന്നായിരുന്നു വേണുഗോപാൽ പറഞ്ഞത്. വേദനയോടെയാണ് പത്മജ BJPയിൽ പോകുന്നതെന്നും വേണുഗോപാൽ പറയുകയുണ്ടായി. പരാതി പറയാൻ കോൺഗ്രസിൽ ഒരിടമില്ല. തൃശൂരിൽ പത്മജ ജയിക്കുമെന്ന് ഇന്റലിജൻസ് വിവരമുണ്ടായിരുന്നു. എന്നിട്ടും തോറ്റതിന് പിന്നിലുള്ളവരെ ചൂണ്ടിക്കാട്ടി പരാതി കൊടുത്തിട്ടും പാർട്ടി കാര്യമാക്കിയില്ല. കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം ലഭിച്ചിട്ടും സാധ്യമാകാത്തതിന് കാരണം കോൺഗ്രസിലെ നേതാക്കളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം പത്മജിയുടെ BJP പ്രവേശനം വരുത്തിയ ക്ഷീണം മറികടക്കുകയെന്ന ലക്ഷ്യത്തോടെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ നിമിഷം മാറ്റം വരുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. കെ മുരളീധരനെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. സിറ്റിംഗ് MP ആയ TN പ്രതാപനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും. കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂർ നിലനിർത്താൻ എന്തുകൊണ്ടും യോഗ്യൻ കെ മുരളീധരനാണെന്നാണ് നേതൃത്വത്തിന്റെ പുതിയ തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും വടകരയിൽ കെ മുരളീധരനു വേണ്ടിയും തൃശൂരിൽ TN പ്രതാപനു വേണ്ടിയും പാർട്ടി അണികൾ പ്രചരണം തുടങ്ങിയിരുന്നു. നേതൃത്വത്തിൽ നിന്നുള്ള ഉറപ്പ് ലഭിച്ചതോടെയായിരുന്നു സ്ഥാനാർത്ഥികളും യോഗങ്ങളും മറ്റും ആരംഭിച്ച് മണ്ഡലത്തിൽ സജീവമായത്. എന്നാൽ അവസാന നിമിഷം മാറ്റമുണ്ടാകുകയായിരുന്നു. നിലവിലെ തൃശൂർ MP TN പ്രതാപന് നിയമസഭയിൽ മത്സരിക്കാൻ ടിക്കറ്റ് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പുതിയ ഫോർമുല തയ്യാറാക്കിയത്. കെ മുരളീധരൻ തൃശൂരിലേക്ക് പോകുന്നതോടെ വടകരയിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ T സിദ്ദീഖ് എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നറുക്കു വീണേക്കാം. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ കോൺഗ്രസ് പട്ടികയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും മറ്റ് പ്രതിനിധികൾ ഉണ്ടാവില്ല. ഈ സാഹചര്യവും ഷാഫിയെയും സിദ്ദീഖിനെയും പരിഗണിക്കാൻ ഇടയാക്കി. ഷാഫി പറമ്പിലിനാണ് പ്രഥമ പരിഗണനയെങ്കിലും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായി വരും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലല്ലാതെ മറ്റൊരാൾക്ക് സീറ്റ് നിലനിർത്താൻ സാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. BJPയുമായുള്ള ശക്തമായ മത്സരത്തിനൊടുവിൽ അവസാന നിമിഷമായിരുന്നു ഷാഫി 2021 മണ്ഡലം നിലനിർത്തിയത്. ഈ ഘടകം പരിഗണിച്ച് ഷാഫിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ മാത്രം T സിദ്ദീഖിനെ പരിഗണിക്കും.